ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ശരീരം അത്യന്തം സുന്ദരമാണെന്ന് തോന്നിയാലും കുറച്ച് സെൻറ്റോ പൗഡറോ ഒക്കെ പൂശിക്കഴിഞ്ഞാൽ ഇത് അത്യന്തം സുന്ദരമായി എന്ന് തോന്നും നമുക്ക്. പക്ഷേ ഒരു വിയർപ്പ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൊക്കെ ഏത് വഴിക്കാണ് പോകുന്നത് എന്നറിയില്ല. എന്നാൽ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പരിശോധിച്ച് നോക്കിയാൽ ഏതാണ് നല്ലത്? ഒന്നും നല്ലതെന്ന് പറയാൻ പറ്റുകയില്ല. അതാണ് ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോം ഇല്ലവാദം. നാറുന്ന തോൽപാത്രം തന്നിൽ രുചി മൂഢനായിനല്ലേ തോന്നൂ. ചിന്തിക്കടോ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ ശരീരത്തിൽ രുചി തോന്നുന്നത് വിചാരം ചെയ്യാത്ത നായ്ക്ക് സമാനമായവരാണ്. അതാണ് ഓരോരോ അംഗം പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവം. ചെറിയ കുട്ടികളാകുമ്പോൾ ചെവി പൊട്ടിയൊലിക്കാറുണ്ട്. സ്കൂളിൽ വരുന്ന കുട്ടികളിൽ ചെവി പൊട്ടിയൊലിക്കുമ്പോൾ അവരുടെ അടുത്ത് എത്തുമ്പോൾ എന്തൊരു ദുർഗന്ധമാണ്. അതിന് ഒരു ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ കുട്ടികൾ കൈയിട്ട് അതിൽ ചൊറിയും. അപ്പോൾ അവരുടെ കൈകൾക്കും ഉണ്ടാകും അതേ ദുർഗന്ധം തന്നെ. ആ കുട്ടി ആകെ എന്നിട്ടത് ഡ്രസ്സിലും തുടയ്ക്കും. അങ്ങനെ ആ കുട്ടി ആകെ ഒരു ദുർഗന്ധ പാത്രമായിത്തീരുന്നു. ഇതൊരു ചെവിയുടെ കാര്യം. അങ്ങനെ ഓരോരോ അവയവങ്ങളെയും നമ്മൾ നോക്കിയാൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റി അത് പഴുത്തുപോയാൽ, കുഴിനഖം കുത്തി കഴിഞ്ഞാൽ ആ നഖത്തിൻ്റെ ഇടയിൽ പഴുപ്പ് വന്നാൽ എത്ര ദുർഗന്ധം സഹിക്കാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ മലമൂത്രാദികൾ അതിലും ദുർഗന്ധം നിറഞ്ഞതാണ്. ഇപ്രകാരം ഓരോ ഭാഗം നോക്കുകയാണെങ്കിലും ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോം ഇല്ലവാദം. ഒന്നും ബാധിക്കാനില്ല. ഓരോരോ ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാം അറപ്പുണ്ടാക്കുന്നതാണ് ഈ ശരീരം. എന്നാൽ ആ സത്ത് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, ഇത് ശവമായി കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 3 ദിവസമാകുമ്പോഴേക്കും 1-ാമത്തെ ദിവസം കഷ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കും. 2-ാമത്തെ ദിവസവും അതിനെ എടുക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരായി വിട്ട് മാറും. വേണ്ടപ്പെട്ടവർ മാത്രം അവിടെ നിൽക്കും. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് ഭീകരമായി അത് വളർന്ന് നീര് വന്ന് വളർന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. വേണ്ടപ്പെട്ട ഒരാൾക്കും ആ ശരീരം പിന്നെ വേണ്ട. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ഏത് തരത്തിൽപ്പെട്ടതായാലും 3-ാം ദിവസമാകുമ്പോഴേക്കും ആ ശരീരത്തെ ഒരാൾക്കും വേണ്ട. എന്നാൽ ആ സത്ത്, ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആ സത്ത് ദേഹത്തിലുള്ളപ്പോൾ എല്ലാവർക്കും എന്തൊരിഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദേഹത്തെയല്ല, ആത്മാവിനെയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ ചിലരോട് വെറുപ്പും ചിലരോട് സ്നേഹവും നമുക്ക് തോന്നുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടല്ലേ? എന്നിലിരിക്കുന്ന അതേ ആത്മചൈതന്യം തന്നെയാണ് ഞാൻ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയിലും ഉള്ളത്. ഞാൻ വെറുക്കാൻ കാരണം എനിക്കിഷ്ടമില്ലാത്തത് അയാൾ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ എൻ്റെ ഇഷ്ടത്തെ ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരോട് വെറുപ്പുണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്രകാരം എന്നിൽ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഈ പരമസത്യം ബോധിച്ചാൽ, ഏതാണ് പരമസത്യം? എല്ലാവരിലും ഒരേ ആത്മചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം ഉണ്ടായാൽ അവിടെ ബന്ധുക്കളെന്നോ സ്വന്തക്കാരെന്നോ വേണ്ടവരെന്നോ വേണ്ടാത്തവരെന്നോ ഇല്ല. ആത്മബോധം വന്നു കഴിയുമ്പോൾ ആത്മസ്വരൂപികളാണ് എല്ലാവരും എന്ന് നമുക്ക് ബോധ്യം വരും. അതാണ് നമ്മൾ ഈ ശരീരം സുന്ദരമായി കാണുന്നു. എന്നാൽ ഈ ശരീരത്തെ സുന്ദരമാക്കുന്ന ആത്മസ്വരൂപം അതിലേറെ സുന്ദരമാണ്. ഓരോരോ അംഗം പരിശോധിച്ചാൽ
തീരെ അറച്ചുപോം ഇല്ലവാദം. നാറുന്ന തോൽപാത്രം തന്നിൽ, നാറുന്ന തോൽപാത്രമാണ്, തോലുകൊണ്ട് മൂടി വച്ചിരിക്കുന്നതാണ്. അതിൽ രുചി തോന്നുന്നത്, അതിൽ ഇഷ്ടം തോന്നുന്നത്, അതിനെ പ്രാപിക്കാൻ തോന്നുന്നത് മൂഢനായിനല്ലേ തോന്നൂ ചിന്തിക്കതോ. മൂഢനായിട്ടുള്ള ഒരു നായക്കേ അത് തോന്നുകയുള്ളൂ. അതുകൊണ്ട് നമ്മളാരും നായ്ക്കളാവരുത്, ബുദ്ധിയില്ലാത്തവരാവരുത്. നായ്ക്കുള്ള ബുദ്ധി പോലും മനുഷ്യനില്ല ഇന്ന്. നായ എന്തൊരു സ്നേഹമാണ്, നന്ദിയുടെ പരമകാഷ്ഠയിലിരിക്കുന്ന ഒരു ജീവിയാണ് നായ. തൻ്റെ യജമാനു വേണ്ടി സ്വന്തം മരിക്കാൻ പോലും നായ തയ്യാറാകുന്നു. എന്നാൽ സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളെ കൊന്നുകളയുന്നു, ഉപേക്ഷിക്കുന്നു. ഒരിക്കലും നായ അത് ചെയ്യില്ല. അതിനാൽ നമ്മൾ മനുഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം? മനുഷ്യത്വമാണ് നമുക്കുണ്ടാവേണ്ടത്, മനുഷ്യക്കോലമല്ല. അതിനാൽ നമ്മൾ ഈ ദേഹത്തിലുള്ള ഭ്രമം കളയണം, ആത്മാവിലേക്ക് ആണ്ടിറങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോരോ അംഗം പരിശോധിച്ചാൽ തീരെ അറച്ചുപോമില്ലവാദം. നാറുന്ന തോൽപാത്രം തന്നിൽ രുചി മൂഢനായിനല്ലേ തോന്നു ചിന്തിക്കടോ. ഹരേ കൃഷ്ണ. ഹരേ